കുട്ടികൾ സാധാരണയായി അമിതമായിട്ടുള്ള വിശപ്പ്, അടിക്കടി മൂത്രമൊഴിക്കാനുള്ള പ്രവണത, അമിതമായ ദാഹം എന്നിവയാണ് ആരംഭഘട്ടത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ. ഇതുകൂടാതെ കുട്ടി കഴിക്കുന്ന ആഹാരത്തിന് വിപരീതമായി കുട്ടിയുടെ ഭാരം ക്രമേണ കുറഞ്ഞു വരുന്നൊരു സ്ഥിതിവിശേഷവും കാണുന്നുണ്ട്, അതായത് മെലിച്ചിൽ. ഈ ആരംഭ ലക്ഷണങ്ങൾ പ്രത്യേകിച്ചും തീരെ ചെറിയ കുട്ടികളിൽ, 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഈ അടിക്കടിയുള്ള മൂത്രമൊഴുപ്പും അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നതൊന്നും ഒരു അസുഖത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് കണക്കാക്കാറില്ല. ഈ കുട്ടികളിൽ രോഗം മൂർച്ഛിച്ച്, അതായത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വളരെയധികം കൂടുതലാകുമ്പോൾ ശരീരത്തിലെ അമ്ലത്തിൻ്റെ ലെവല്, അതായത് പ്രത്യേക ആസിഡ്സിൻ്റെ ലെവല് കൂടുകയും അത് ഗുരുതരമായ ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഈ അവസ്ഥയിൽ കാണുന്ന ലക്ഷണങ്ങൾ അമിതമായ വയറുവേദന, നിർത്താതെയുള്ള ഛർദി, വളരെ വേഗത്തിലുള്ള ശ്വാസോച്ഛ്വാസം അഥവാ ശ്വാസം മുട്ടൽ പോലെ. ഇത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അപസ്മാരം, ബോധക്ഷയം, മരണം വരെ സംഭവിക്കാവുന്ന ഒരു സ്റ്റേജാണ് ഡയബറ്റിക് കീറ്റോഅസിഡോസിസ്.